ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നിക്കേഴ്സ് കേക്ക് ആട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ കോരി മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ആദ്യം 3/4 കപ്പ് അളവിന് മൈദ എടുക്കുക. എന്നിട്ട് അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കോരി മാറ്റിയിട്ട് ആ 2 ടേബിൾ സ്പൂൺ അളവിന് പകരമായിട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. പിന്നെ റൂം ടെമ്പറേച്ചറിലിരുന്ന എഗ്ഗ്, പാലൊക്കെ എടുക്കാൻ നോക്കുക. ബട്ടറൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒട്ടും തണുപ്പുണ്ടാകാൻ പാടില്ല. അതുപോലെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ബൗളിലൊന്നും ഉണ്ടാവരുത്. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഫ്ലോർ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. ഇതിലേക്ക് തണുപ്പില്ലാത്ത 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ചതിന് ശേഷമുള്ള അളവാട്ടോ അരക്കപ്പ്. ഇത് കുറേശ്ശെ ചേർത്തിട്ട് ഒന്നിച്ച് തന്നെ ഒപ്പം ചേർത്ത് കൊടുക്കരുത്. കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ഫ്ലഫിയായി ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് മെല്ലെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. 3 ബാച്ചാക്കിയിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മുട്ട പൊങ്ങിയതൊക്കെ അങ്ങ് താഴ്ന്നു പോകും. ഇപ്പോൾ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ മിക്സാക്കി കൊടുക്കുക. ഇതിലൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഈ ഒരു ടിന്നിലോട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ ബാറ്റർ ടിന്നിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി കേക്ക് സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക, കാരമലാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഞ്ചസാര കാരമലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് വെക്കുക. വെന്ത് ചെറുങ്ങനെ മെൽറ്റാകും. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സാക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങുക. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ ഞാൻ 65 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇതിൽ നിന്ന് കുറച്ച് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കുക. ബാക്കി ഇതിൽ കുറച്ച് ഇതിൽ വെക്കണം കേട്ടോ, ലെയറിൽ കൊടുക്കാനാണ്. മുഴുവൻ ഇട്ട് കൊടുക്കണ്ട, കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതിൽ ക്രീം ബീറ്റ് ചെയ്യുക.
കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുക. 3/4 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടാണിത് ഷുഗർ സിറപ്പ് ആക്കിയിട്ടുള്ളത്. ഇനി ക്രീം വെച്ചിട്ട് നല്ലോണം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഞാൻ ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കാരമൽ സോസ് ഉണ്ടല്ലോ, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്നിക്കേഴ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ചോക്ലേറ്റിൻ്റെ ഗനാഷ് സെക്കൻഡ് ലെയർ ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ കാരമൽ സോസും കൂടി ആക്കി കൊടുക്കുക. അതുപോലെ ഈ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം വെറ്റാക്കി കൊടുക്കുക. നമ്മുടെ കേക്ക് മൊത്തത്തിൽ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം സെറ്റ് ആവാനായിട്ട്. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഈ കാരമൽ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സ്നിക്കേഴ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലോട്ട് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.